സ്വന്തം തദ്ദേശ സ്ഥാപനം കലാ സാംസ്കാരിക മേഖലകളോട് വേണ്ടത്ര നീതി പുലർത്തിയിട്ടില്ലെന്ന് ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉണ്ടായിട്ടും കണ്ണൂരിലെ തളിപ്പറമ്പ് നഗരസഭയിൽ ഒരു ടൗൺ ഹാൾ പോലുമില്ല. കീഴാറ്റൂരിൽ വയൽക്കിളികൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുണ്ട് എന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. തളിപ്പറമ്പ് നഗരസഭയിലെ 30-ാം വാർഡിലാണ് നടൻ സന്തോഷ് കീഴാറ്റൂരിൻ്റെ വീട്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നാട് കടക്കുമ്പോൾ സ്വന്തം തദ്ദേശ സ്ഥാപനത്തെക്കുറിച്ചും സ്വന്തം വാർഡിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ ഈ നാട്ടിൻ പുറത്ത് നമുക്കൊപ്പം സന്തോഷേട്ടനുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ തളിപ്പറമ്പ് നഗരസഭയെക്കുറിച്ച് എന്താ ഒരു ഓർമ്മ, അല്ലെങ്കിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ട്? തളിപ്പറമ്പ് അറിയാലോ, ഞാൻ ഈ ജനിച്ചതും ഇത്രയും കാലം ജീവിച്ചതൊക്കെ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് ആദ്യം പഞ്ചായത്തായിരുന്നു. പഞ്ചായത്തിലുള്ള സമയത്തും തളിപ്പറമ്പിൻ്റെ എല്ലാ പ്രവർത്തനവും നോക്കി. പിന്നീട് നഗരസഭയാകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് നഗരസഭയെ വരവേറ്റത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ നഗരസഭ വളർന്നു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് തളിപ്പറമ്പ് നഗരത്തിനുണ്ടായ ഒരു മാറ്റം എന്താ? തളിപ്പറമ്പ് ഹൈവേ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്. അത്യാവശ്യം പണ്ട് അറിയാമല്ലോ, പണ്ട് ആ മെയിൻ റോഡും മൂത്തടുത്ത ഹൈസ്കൂളാണ് പഠിച്ചത്, മെയിൻ റോഡും ഇതാണ്. പിന്നെ തളിപ്പറമ്പിലെ ഉൾപ്രദേശമുള്ള റോഡുകളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇപ്പോഴും തളിപ്പറമ്പിൽ നമ്മൾ പ്രതീക്ഷ ഒരു പൊതു മാർക്കറ്റ് നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. നല്ലൊരു ബസ് സ്റ്റാൻഡില്ല, നടന്നു പോകേണ്ട നല്ലൊരു ഫുട്പാത്ത് ഇല്ല. അതായത് ഒരു സമീപ പട്ടണങ്ങളൊന്നും വളർന്നതുപോലെ തളിപ്പറമ്പിന് വളരാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും വളരാൻ പറ്റിയിട്ടില്ല. തളിപ്പറമ്പ് നമുക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഒരു വളർച്ചയുടെ സംഭവം. ഞാൻ ആദ്യം നോക്കുക അതൊക്കെയാണ്. എനിക്കൊരു ടൗൺ ഹാളുണ്ടോ പരിപാടി അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു ആംഫി തിയേറ്റർ ഉണ്ടോ? എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല? സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് എന്തായാലും സന്തോഷേട്ടൻ്റെ അടുത്ത ആളുകൾ വരും. അപ്പോൾ അവരുടെ മുന്നിൽ ഈ ആവശ്യങ്ങളൊക്കെ പറയുമോ? എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം കലാകാരന്മാരെ പലപ്പോഴും ഇവർക്കൊക്കെ എന്തെങ്കിലും ഉദ്ഘാടനത്തിനും മറ്റേതിനും വേണ്ടു, അല്ലാതെ നമ്മൾ പറയുന്നൊരു ആവശ്യങ്ങളൊന്നും അതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുന്നത്. ഈ കീഴാറ്റൂർ എന്ന് പറയുന്ന നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കീഴാറ്റൂർ വലിയ ചർച്ചയായ മറ്റൊരു വിഷയങ്ങളിലൊന്നായിരുന്നു കീഴാറ്റൂർ ദേശീയപാത വിരുദ്ധ സമരം. ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്താ വ്യക്തിപരമായി അതുമായി സംബന്ധിച്ച് പറയാനുള്ളത്? അല്ല, എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്കും നാളെ മത്സരിക്കാം. ഇത് നമ്മൾ ജനാധിപത്യ രാജ്യമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആർക്കും മത്സരിക്കാം. ഇപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. പിന്നെ മത്സരിക്കുന്നവർ അവരെന്താ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് നമ്മൾ അറിയില്ല. ഇപ്പോൾ അതൊരു ഇവിടെ വരുന്ന ഒരു റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പേരിലാണ് അവരൊരു പ്രത്യേകിച്ച് ഒരു ടീം ഉണ്ടാക്കിയത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതൊരു രാഷ്ട്രീയ മുന്നണി എന്നല്ല, ഒരു സമര മുന്നണി. ഈ കീഴാറ്റൂർ മാത്രമാണല്ലോ അവർ മത്സരിക്കുക. അത് വ്യക്തിവൈരാഗ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു നാടിനെ തമ്മിൽ തല്ലിലേക്ക് എത്തിക്കാൻ പാടില്ല. ഇനി എനിക്ക് തോന്നുന്നത്, ഒരു നടൻ എന്ന നിലയ്ക്ക് പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം, സന്തോഷ് കീഴാറ്റൂരിൻ്റെ പുതിയ സിനിമകൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ ആയിരിക്കും. ഏതൊക്കെയാണ് ഇനി പുതിയതായിട്ട്? കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധി. അതെ, വലിയ പ്രതിസന്ധിയിലാണ് നമ്മളെല്ലാവരും. എന്താ പറയുക, സിനിമാ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ് കുഞ്ഞാലി മരക്കാർ. ആ സിനിമയാണ് ഒരു വലിയ സിനിമയാണ്. അത് തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ അതായിരിക്കാം ആദ്യം വരുന്ന അല്ല, അത് അതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്ന ലോകം മുഴുവൻ തിയേറ്റർ തുറന്നാൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത്, ഞാൻ അഭിനയിച്ച് വെച്ചിരിക്കുന്ന സിനിമ വെള്ളം എന്നൊരു സിനിമ നമ്മുടെ തളിപ്പറമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്ത് ജയസൂര്യ നായകനെ പ്രജേഷ് സെൻ സംവിധാനം ചെയ്തൊരു പടം. അത് നമ്മുടെ നാട്ടുകാരൻ്റെ ഒരു ജീവിത കഥയാണ്. എൻ്റെ മുരളി എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അത് ഞാൻ കണ്ടു, ആ സിനിമ കണ്ടു, പ്രിവ്യൂ കണ്ടു. നല്ല സിനിമ. കാരണം നമ്മൾ കാണുന്ന ഒരാളെ, മദ്യപാനി ആയ ഒരാളെ നമുക്ക് വല്ലാതെ കണ്ണ് നനയിക്കും. ആ ഒരു സിനിമയുണ്ട്. സമൂലമായ ഒരു മാറ്റത്തിന് വഴിമരുന്നിടുന്നതാവട്ടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാണ് സന്തോഷ് കീഴാറ്റൂർ ആഗ്രഹിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കും.